സിംഗർ കുടുംബത്തിലെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയായിരുന്നു കാലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോഴേക്കും വേലക്കാരി രമ അവർക്ക് ആഹാരം വിളമ്പിക്കൊടുക്കും. ഇന്നാ ജിയ മോളെ, ഇന്ന് രാവിലെ ഭക്ഷണത്തിന് നിനക്ക് ഇഷ്ടമുള്ള മേക്കറോണി ഉണ്ടാക്കിയിട്ടുണ്ട്. ചീസും ക്രീമും ഒക്കെ ഇട്ടതാണ്. പിന്നെ ഫ്രഷ് ഓറഞ്ച് ജ്യൂസും കുടിക്കണേ. ഓ, താങ്ക് യു സോ മച്ച് അമ്മ. അമ്മ ബെസ്റ്റ് അമ്മയാണ്. ജോലിക്കാരി ആന്റിയെ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കിക്കും. അമ്മയ്ക്കറിയാമോ, സ്കൂളിൽ ചെന്ന് രാവിലെ ഞാൻ ഭക്ഷണത്തിന് എന്താ കഴിച്ചെന്ന് പറയുമ്പോ ഉണ്ടല്ലോ, അവർക്കെല്ലാവർക്കും കുശുമ്പാ. അവരുടെ വീട്ടിൽ ഇങ്ങനത്തെ ഭക്ഷണമൊന്നും കിട്ടില്ലല്ലോ. ഇപ്പുറത്ത് സിംഗർ കുടുംബം വില കൂടിയ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. പക്ഷെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന പാവപ്പെട്ട അനു ഉണക്ക റൊട്ടി ഉപ്പും കൂട്ടി കഴിക്കുന്നു. ജിയയുടെ വീട്ടിലെ വാതിൽ വഴി അനുവിന്റെ വീട്ടിലേക്ക് നോക്കുമ്പോ അനു അവിടെ ഉണക്ക റൊട്ടി ഉപ്പും കഴിക്കുന്നു. അത് കണ്ടവൾക്ക് ചിരി വരും. കാരണം പണക്കാരിയായതിന്റെ അഹങ്കാരം അവൾക്കുണ്ടായിരുന്നു. പാവപ്പെട്ടവരുടെ വീട് എപ്പോഴും ചെറുതാണ്. അടുക്കളയിൽ പാവപ്പെട്ട അമ്മ ആഹാരം ഉണ്ടാക്കുന്നു. അവളുടെ ഭർത്താവ് രമേശ് ജോലിക്കായി പുറത്തേക്ക് പോയിരുന്നു. അവളുടെ അമ്മ വയ്യാണ്ട് കിടക്കുകയായിരുന്നു. ഉണക്ക റൊട്ടി ഉപ്പും കണ്ടിട്ട് അനു പറയും, അമ്മ, എന്താ നമുക്കെന്ന് ഈ ഉണക്ക റൊട്ടി ഉപ്പും കഴിക്കേണ്ടി വരുന്നത്? അപ്പുറത്ത് ജിയയുടെ വീട്ടിൽ എന്ത് അടിപൊളി ആഹാരമാണ്. നമുക്കും അതുപോലത്തെ നല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. മോളെ, നമ്മുടെയിലുള്ളത് കൊണ്ട് നമ്മൾ സന്തോഷപ്പെടണം. ശരിയാണ്, ചിലപ്പോഴൊക്കെ നമുക്ക് നല്ല ആഹാരം കഴിക്കാൻ തോന്നും. അച്ഛന് നല്ല ജോലി കിട്ടട്ടെ, നല്ല ഭക്ഷണം ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാം മോളെ, കേട്ടോ? അമ്മ എപ്പോഴും ഇങ്ങനെ എന്നെ കള്ളം പറയുന്നേ. എനിക്ക് ഈ ഉണക്ക റൊട്ടി ഉപ്പൊന്നും ഇനി കഴിക്കണ്ട. ദേഷ്യം വന്നിട്ട് അനു ആഹാരം വിട്ടിട്ട് നേരെ സ്കൂളിലേക്ക് നടക്കും. അപ്പുറത്ത് ജിയയാണെങ്കിൽ ആഹാരം കഴിച്ച് അവളുടെ കാറിൽ സ്കൂളിലേക്ക് പോകും. രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളിലെ എല്ലാ പിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുട്ടി അനുവിനോട്, അനു, ഞാൻ കേട്ടത് നിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ ഭക്ഷണത്തിന് ഉണക്കറൊട്ടി ഉപ്പുവാണെന്ന്. നിനക്ക് നല്ല ആഹാരം കിട്ടാൻ വഴിയില്ലല്ലേ? അനുവിനിത് കേട്ട് കരയാൻ വരും. ബാക്കി പിള്ളേരും ഇത് കേട്ട് ചിരിക്കും. ജിയയാണെങ്കിൽ അപ്പുറത്തിരുന്ന് അവളുടെ വീട്ടിലുണ്ടാക്കിയ സ്വാദിഷ്ടമായ ആഹാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഹോ, ഞാനിന്ന് കഴിച്ചത് രാവിലെ നല്ല ടേസ്റ്റി മാക്രോണിയാ. അതിന്റെ കൂട്ടത്തിൽ ഓറഞ്ച് ജ്യൂസും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്റെ വീട്ടിൽ എന്നും ഇതുപോലത്തെ നല്ല നല്ല ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. ആ, എന്റെ വീട്ടിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. എനിക്ക് മനസ്സിലാവാത്തത് ഈ പാവപ്പെട്ടവരെങ്ങനെയാ ഉണക്കറൊട്ടി ഉപ്പും ഒക്കെ രാവിലെ കഴിക്കുന്നത്. ക്ലാസ്സിൽ ടീച്ചർ വന്നു കഴിയുമ്പോ എല്ലാരും മിണ്ടാതെ ആവും. അവളെ എല്ലാവരും കളിയാക്കുന്നത് കേട്ട് അനുവിന് വല്ലാണ്ടായി. അവക്ക് നല്ല വിഷമമായി. അനു വിഷമത്തോടെ തിരിച്ചു വീട്ടിലെത്തും. അവളുടെ വാടിയ മുഖം കണ്ടിട്ട് മമത അവളോട് ചോദിക്കും, എന്തുപറ്റി മോളെ, നല്ല വിഷമിച്ചിരിക്കുകയാണല്ലോ, ആരെങ്കിലും പറഞ്ഞോ? അമ്മ, ആ ജിയുണ്ടല്ലോ, സ്കൂളിലെ എല്ലാ പിള്ളേരുടെ കൂട്ടത്തിൽ കൂടി ഞാൻ ഉണക്കറൊട്ടി തിന്നണം കളിയാക്കി. അമ്മയ്ക്കറിയാലോ ജിയ പണക്കാരിയാന്നുള്ള അഹങ്കാരം അവക്ക് നിന്നിട്ടുണ്ടെന്ന്. ഇപ്രാവശ്യം അവളുടെ വീട്ടിലുണ്ടാക്കിയ ആഹാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കേട്ട് മമതയ്ക്ക് നല്ല വിഷമമായി. പക്ഷെ എന്തു തന്നെ ചെയ്യാനാ? അവള് വീണ്ടും വീട്ടിലെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇരുന്നിരുന്ന് രാത്രി സമയമായി. പാവപ്പെട്ട വീട്ടുകാര് രാത്രിയാവുമ്പോ വീണ്ടും ചിന്തയിലാവും. എന്റെ ഭഗവാനെ, എന്തെങ്കിലും ഞങ്ങക്ക് നല്ല ആഹാരം തായോ. എത്ര നാളെന്നും പറഞ്ഞാ ഈ ഉണക്ക റൊട്ടി ഉപ്പും ഞങ്ങൾ തിന്നുന്നത്. അനുമോളെ കളിയാക്കുക സ്കൂളില്. സത്യം പറയാമ്മ, അനുവിനെ കുറിച്ച് ഓർത്ത് വിഷമം എനിക്ക്. നമ്മളെ കൊണ്ട് അവക്ക് നല്ല ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റുന്നില്ല. നീ എന്നോണ്ട് വിഷമിക്കണ്ട, എല്ലാ പാവങ്ങൾക്കും ഒരു നല്ല സമയം വരും. അടുത്ത ദിവസം രാവിലെ മമത കട്ടൻ ചായയും ഉണക്ക റൊട്ടിയും അനുവിന് കഴിക്കാൻ കൊടുക്കും. കട്ടൻ ചായ കണ്ടു കഴിയുമ്പോ അനുവിന് വീണ്ടും വിഷമമായി. കട്ടൻ ചായയുടെ കൂടെ ഉണക്ക റൊട്ടി കഴിക്കണ കണ്ട് ജിയ വീണ്ടും അവളെ കളിയാക്കും. ഓ, ഈ പാവപ്പെട്ടവരെങ്ങനെ ഭക്ഷണം കഴിക്കണേ? കട്ടൻ ചായയുടെ കൂടെ റൊട്ടി, ചിലപ്പോഴൊക്കെ ഉപ്പിന്റെ കൂടെ റൊട്ടി. എങ്ങനെ കഴിക്കുന്നു എന്തോ ഇങ്ങനെയൊക്കെ ഭക്ഷണം. നീ വിഷമിക്കേണ്ട പൊന്നുമോളെ, നിനക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരത്തില്ല. കാരണം നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ടില്ല. ശരി മോളെ, തണുക്കുന്നതിന് മുമ്പ് പോയി പിസ്സ തിന്ന്. അമ്മായിയമ്മയും മോളും പറഞ്ഞത് കേട്ട് അഞ്ജലി ആലോചിക്കും. ഷേ, ഇതെന്ത് ചിന്തയാണ്? പൈസ എല്ലാത്തിനും ഒരു വഴിയല്ലല്ലോ. ആർക്ക് എന്തു വേണേലും എപ്പോ വേണേലും സംഭവിക്കാലോ. അഞ്ജലി ചിന്തിച്ചത് ശരിയാണ്. കുറച്ചു ദിവസം കഴിയുമ്പോ അവരുടെ ബിസിനസ്സിൽ ഒരു തകർച്ച വരും. അങ്ങനെ അവർക്ക് പൈസയുടെ ബുദ്ധിമുട്ടും വരാൻ തുടങ്ങി. അവര് ജോലിക്കാരെയും പിരിച്ചുവിടും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മേളീന്ന് അങ്ങ് താഴെ വീണ അവസ്ഥയാണല്ലോ. അമ്മ,
ഉള്ളത് കൊണ്ട് സന്തോഷിക്കുക അത്രേ ഉള്ളൂ. അധികം അഹങ്കരിക്കുന്നത് നല്ലതല്ലാന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അമ്മ, അനുവിന്റെ വീട്ടിലെ പോലെ ഇനി നമ്മളും ഉണക്കറൊട്ടി കഴിക്കേണ്ടി വരുമോ? അനുവിനെ കുറിച്ച് ആലോചിച്ച് സങ്കടം വരണു. ഇപ്പോഴാ എനിക്ക് മനസ്സിലായേ, ഒരു നാൾ നമുക്കും തിരിച്ചു കിട്ടുമല്ലേ. ഞാൻ അനുവിനെ കളിയാക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. പണക്കാർക്കും പാവപ്പെട്ടവരെ പോലെ ജീവിക്കേണ്ട അവസ്ഥ വന്നു. ഒരു സമയത്ത് ആർഭാടമായ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോതാ ഉണക്കറൊട്ടിയും കറിയും കഴിക്കേണ്ട അവസ്ഥ വന്നു. ഇപ്പൊ ജിയെ സ്കൂളിൽ വിഷമത്തിലിരിക്കും. ജിയയുടെ കൂട്ടുകാർക്ക് ഇവളെക്കുറിച്ച് ഈ കാര്യം മനസ്സിലായപ്പോ ജിയയുടെ കൂട്ട് എല്ലാരും വിടാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. ഒരു ദിവസം ബാങ്കുകാര് കടം വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാത്തോണ്ട് വീട്ടിലേക്ക് വരും. എന്നിട്ട് വീട്ടിൽ നിന്നും അവരെ പുറത്താക്കും. അങ്ങനെ അവർ അനുവിന്റെ വീടിന്റെ മുമ്പിൽ ഒരു കുടില് കെട്ടി താമസിക്കും. ഇപ്പൊ അവർക്ക് കഴിക്കാൻ പോലും ഭക്ഷണമില്ലായിരുന്നു. മമത അവർക്ക് വേണ്ടി കുറച്ച് ഉണക്കറൊട്ടിയും അച്ചാറും കഴിക്കാൻ കൊടുക്കും. നിങ്ങളെക്കുറിച്ച് ഇപ്പോഴാ അറിഞ്ഞത്. വളരെ വിഷമമുണ്ട്. ഇത് കുറച്ച് ഉണക്കറൊട്ടിയാണ്. ഇന്നലെ തൊട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ നിങ്ങൾ. ഒരുപാട് നന്ദിയുണ്ട്. റിയ ചെയ്ത തെറ്റ് റിയയ്ക്ക് മനസ്സിലായി. 2 ദിവസം കഴിഞ്ഞ് ജിയ സ്കൂളിൽ വരുമ്പോ അനുവിന്റെ അടുത്ത് പോയിട്ട് ക്ഷമ പറയും. അനു, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. നീ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച് പോലും പറഞ്ഞു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി നിന്റെ ജീവിതം എന്ത് കഠിനമാണെന്ന്. അത് കുഴപ്പമില്ല ജിയ. അതെ, ഞാനിന്ന് ബ്രെഡ് പക്കോട കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതെന്താന്നറിയോ? അച്ഛനൊരു കടയിൽ ജോലി കിട്ടിയേ. നീ എന്റെ കൂടെ കഴിക്കുന്നോ? ആ, കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. കുറെ ദിവസത്തിന് ശേഷമാ ഞാൻ ബ്രെഡ് പക്കോട കഴിക്കുന്നേ. ആ, അമ്മ വാക്ക് തന്നിട്ടുണ്ടായിരുന്നു അച്ഛന് നല്ല ജോലി കിട്ടുമ്പോ നല്ല ആഹാരം തരാന്ന്. അപ്പുറത്ത് മമതയും അഞ്ജലിയുടെ വീട്ടുകാർക്ക് ബ്രെഡ് പക്കോട കൊണ്ടേ കൊടുക്കും. അങ്ങനെ 2 കുടുംബവും നല്ല രീതിയിൽ ഒരുമിച്ചാകും. 2 കുടുംബവും ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഒരുമിച്ച് നിൽക്കും. ഈ പൈസയില്ലാത്ത അവസ്ഥ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. അതിനൊക്കെ മനസ്സാണ് വേണ്ടത്. ചേച്ചി പറഞ്ഞത് വളരെ ശരിയാ. അറു, ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി മോളെ. നീ ഈ റൊട്ടി മാത്രം ഉണ്ടാക്ക്, ഞാൻ പാത്രം കഴുകിക്കോളാം. ആ അമ്മേ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. ചേച്ചിനെ എഴുന്നേൽപ്പിക്കൂ, അല്ലെങ്കിൽ കോളേജിൽ പോകാൻ ലേറ്റാകും. എന്ത്? ആ മഹാറാണി ഇനി ഉറങ്ങുന്നോ? അയ്യോ ദൈവമേ, ഈ പെണ്ണിനെയൊക്കെ. മോനാ എഴുന്നേക്കുന്നോ? അല്ലെങ്കിൽ ബക്കറ്റ് വെള്ളം ഒഴിക്കട്ടെ? അയ്യോ അമ്മ, എഴുന്നേക്കാം. എന്തിനാ ബഹളം വെക്കുന്നേ? ബഹളം വെച്ചില്ലെങ്കിൽ നീ എങ്ങനെ എഴുന്നേൽക്കാനാ? വേഗം എഴുന്നേക്ക്. പോയി ചപ്പാത്തി ഉണ്ടാക്കുപോ. എന്ത് ചപ്പാത്തിയോ? ഞാനെന്തിനുണ്ടാക്കണം? പാറു എവിടെ? അവൾ പാത്രം കഴുക. എന്താ, നിനക്ക് റൊട്ടി ഉണ്ടാക്കാൻ വയ്യേ? കുറച്ചെങ്കിലും നാണിക്ക്. അവൾ നിന്റെ കൂടെ പിറന്ന അനിയത്തിയല്ലേ. പക്ഷെ നിന്നേക്കാൾ അവൾ പണിയെടുക്കുന്നു. എന്തെന്നാൽ അവൾക്ക് അതേ അറിയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും അത് ചെയ്യുന്നു. അതല്ലാതെ അവൾക്ക് വേറെ എന്തെങ്കിലും പണി അറിയുമോ? അമ്മേ, അത് അവൾ ചെയ്യട്ടെ. എനിക്ക് കോളേജിൽ ടൈം ആകുന്നു. എനിക്ക് പോണം. നിങ്ങൾ ചെന്ന് പാറുവിനോട് പറ, എനിക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കാൻ പറ. പക്ഷേ അതെങ്ങനെ മോളെ? നീ ഒന്ന് നിക്ക്. പക്ഷെ മോനിക്ക അമ്മ പറയുന്നത് കേൾക്കാതെ അവിടുന്ന് പോയി. ശരിക്കും നോക്കിയ മോനിക്ക പാറുവിനേക്കാൾ വലിയവളാണ്. പക്ഷേ നല്ല ശീലങ്ങൾ മനസ്സിലാക്കുന്നത് അതിൽ പാറു മോനിക്കയേക്കാൾ വലിയവൾ. അവൾ സത്യത്തിൽ നല്ല കുട്ടിയുമാണ്. പക്ഷെ മോനിക്ക ആദ്യം മുതലേ ഇങ്ങനത്തെ പെൺകുട്ടിയായിരുന്നു. ആദ്യം ഒരു മോഡേണായ ജീവിതം ജീവിക്കാനാണ് അവളുടെ ആഗ്രഹം. പക്ഷെ അവൾക്ക് പാറുവിനെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല. ഹേയ്, എന്ത് ഡ്രസ്സാണിത്? കോളേജിൽ ഇങ്ങനെയാണോ വരുന്നത്? അതും എന്റെ ഒപ്പം. എന്താ ചേച്ചി, ഇതിലെന്താ? എന്റെ പുതിയ ഡ്രസ്സാണിത്. നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് മാറ്റിയാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അമ്മ ഇത് കണ്ട ഒരുപാട് ദേഷ്യപ്പെടും. നിനക്ക് എങ്ങനെ അറിയും ഇപ്പോഴത്തെ ഫാഷനൊക്കെ? ഒരു കാര്യം ചെയ്യേ, നീ ഒറ്റയ്ക്ക് കോളേജിൽ പോ. ഞാൻ എന്റെ ഫ്രണ്ട്സിനൊപ്പം വന്നോളാം. മോനിക്ക അങ്ങനെ പറഞ്ഞത് കേട്ട് പാറു ഒരുപാട് വിഷമിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അവളെ ഒന്നും പറയാറില്ല. ആ 2 പെൺകുട്ടികളും അച്ഛനെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവരുടെ അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു ദിവസം, ആഹാ, നിങ്ങളോ? വരൂ, സുഖാണോ? ഇരിക്കൂ. ഇവിടെ നോക്കുമോളി പാറു, നിന്റെ ചെറിയച്ഛനെ കുറിച്ച് വെള്ളം കൊണ്ടുവാ. പറയൂ. ഇത്തവണ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന പോലുണ്ടല്ലോ. അതെ, ഞാൻ കുറച്ച് ബിസിയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് കാണാത്തത്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം നല്ല രീതിയിലല്ലേ പോകുന്നത്? ആ, എല്ലാം നന്നായി പോകുന്നു. നിങ്ങളുടെ പാറു ഇത്തവണ കോളേജിൽ തന്നെ ടോപ്പാണ്. ആഹാ, അത് നല്ല വാർത്തയാണല്ലോ. കൊള്ളാമല്ലോ. എനിക്കറിയാമായിരുന്നു ഒരു ദിവസം പാറു എല്ലാം നേടിയെടുക്കുമെന്ന്. പിന്നെ നമ്മുടെ മോനെയോ? അവളെപ്പറ്റി പ്രത്യേകിച്ച് പറയാൻ എന്താ ഉള്ളത്? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അയ്യോ, വിഷമിക്കണ്ട. മോനാ നന്നായിക്കോളുമെന്നേ. പിന്നെ സരളെ, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എനിക്ക് മുംബൈയിൽ ഒരു ചങ്ങാതിയുണ്ടല്ലോ, നമ്മുടെ രാംനാഥ്. ആ, സോനിയുടെ കല്യാണത്തിൽ കണ്ടതല്ലേ?
അവരുടെ മകൻ ഡോക്ടർ എന്ന്. ആ പയ്യന്റെ പേര്? അൻകിത്. ആ പയ്യൻ തന്നെയാ. ഇന്നലെ രാംനാഥ് എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പെണ്ണ് കാണാനായി വീട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിൽ പെണ്ണ് കണ്ട് അവർ നമ്മുടെ ബന്ധുക്കളാകാൻ പോകുവാണ്. സരള അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് മോനിക്ക വെള്ളമെടുത്ത് അവിടേക്ക് വന്നു. അനികേതന് അവൾക്ക് നന്നായി അറിയാം. അവൾ കണ്ണടച്ച് ഈ ബന്ധം അവൾക്ക് വന്നതാണെന്ന് അവൾ കരുതി. ചെറിയച്ച, നിങ്ങൾ ആ മുംബൈയിൽ ഒരു വീടുണ്ട്, ആ ഡൽഹിയിൽ ഒരു വീടുണ്ട്, അവരെക്കുറിച്ചല്ലേ പറയുന്നേ? ആ അതെ മോളെ, രാംനാഥിന്റെ മകനില്ലേ അൻകീത്, അവന് പാറുവിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായത്രേ. രാംനാഥിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും പാറുവിനെ ഒരുപാട് ഇഷ്ടമായി. ആ സരളെ, അവർ നല്ല ആൾക്കാരാണ്. അവർക്ക് ഒരുപാട് സമ്പത്തുമുണ്ട്. എന്നാൽ അതിൽ പൊങ്ങച്ചമടിച്ച് നടക്കുന്നവരൊന്നുമല്ല. പാറുവിനെ അവർ സ്വന്തം മകളെപ്പോലെ നോക്കും. ചെറിയച്ച ഇല്ല, അവരോട് പറ്റില്ലെന്ന് പറഞ്ഞേക്ക്. പാറു എന്നേക്കാൾ ചെറിയവൾ. എനിക്ക് മുൻപ് അവൾക്ക് എങ്ങനെ കല്യാണം കഴിയും? നടക്കാതെന്താ? ഇത്രയും നല്ല ബന്ധം, അതും അടുത്തുനിന്ന് വന്നിരിക്കുന്നു. ഇവിടെ നോക്കൂ, നിങ്ങൾ ആ ബന്ധത്തിന് ഓക്കെ പറഞ്ഞേക്കൂ. ഇതിൽ ചെറിയവൾ വലിയവൾ എന്നൊന്നുമില്ല. പാറുവിന്റെ കല്യാണത്തിന് മുൻപ് തന്നെ ഞാൻ ഇവൾക്ക് വേണ്ടിയും ഒരു നല്ല ബന്ധം തേടിപ്പിടിക്കാം. മോനിക്ക അമ്മയെ എതിർത്ത് സംസാരിക്കാനാകില്ല. പക്ഷേ അവർ പറഞ്ഞ കാര്യം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ ആ ബന്ധം വേർപെടുത്താൻ എത്രയോ ശ്രമിച്ചു. പക്ഷെ അവൾ എത്ര ശ്രമിച്ചാലും ആ ബന്ധം തകർക്കാനായില്ല. പാറുവിന്റെ കല്യാണത്തിന് മുൻപേ മോനിക്കയുടെ കല്യാണം നിശ്ചയമായി. ആ കുടുംബം വളരെ നല്ല കുടുംബം. പണത്തിൽ ഒരു കുറവുമില്ല. പക്ഷെ ചോദ്യം എന്തെന്നാൽ മോനിക്കയുടെ അമ്മായച്ചന്റെ വീട് അടുത്തുള്ള ഗ്രാമത്തിലായിരുന്നു. സരള മോനിക്കയ്ക്ക് വേണ്ടി സിറ്റിയിലും ഒരു ബന്ധം അന്വേഷിച്ചു. പക്ഷേ അവൾക്കൊന്നും ശരിയായില്ല. വേറെ വഴിയില്ലാതെ മോനിക്ക ആ വില്ലേജ് കല്യാണത്തിന് സമ്മതിച്ചു. രണ്ടുപേരുടെ കല്യാണവും നന്നായി നടന്നു കഴിഞ്ഞു. മോനിക, നിനക്ക് എന്നെ ഇഷ്ടമാകുന്നില്ലെങ്കിൽ, ഈ വീട് ഇഷ്ടമാകുന്നില്ലെങ്കിൽ എന്തിനെന്നെ വിവാഹം കഴിച്ചു? തെറ്റുപറ്റി. നിന്നെ കല്യാണം കഴിക്കുന്നതിന് ഭേദം കന്യകയെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. നിന്റെ ചിന്തകൾ മാറ്റാം. നിന്നെ സിറ്റിയിൽ കൊണ്ടുപോകാമെന്ന് കരുതി. പക്ഷേ നിനക്ക് ഈ ഗ്രാമത്തിൽ തന്നെ നിന്റെ ജീവിതം നശിപ്പിക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ നിങ്ങളെപ്പോലെ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നതും കേൾക്ക്. ഇവിടെ എന്റെ അച്ഛനെയും അമ്മയും വിട്ടിട്ട് ഞാൻ സിറ്റിയിലേക്കൊന്നും വരുന്നില്ല, എന്ത് സംഭവിച്ചാലും. ശരി, അപ്പൊ ഇവിടെ ഇരുന്നോളൂ, ഞാൻ പോകുന്നു. കല്യാണം കഴിഞ്ഞ 2 മാസം പോലും ആ വീട്ടിലിരുന്നില്ല മോനിക്ക. ദേഷ്യപ്പെട്ട് അവിടുന്ന് അവൾ അവളുടെ വീട്ടിൽ വന്നു. സരള ഇത്ര മനസ്സിലാക്കി കൊടുത്തും അവളത് കേട്ടതേയില്ല. അപ്പോ ഒരു ദിവസം, അമ്മേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നിങ്ങൾ മുത്തശ്ശിയാകാൻ പോകുന്നു. ആഹാ, അതെയോ മോളെ? എനിക്ക് സന്തോഷമായി, ഒരുപാട് സന്തോഷം. ഒന്ന് മരുമകനോട് സംസാരിപ്പിക്കും മോളെ. അമ്മ, അദ്ദേഹം അച്ഛനമ്മയെ ഡൽഹിയിലാക്കാൻ പോയിരിക്ക. അവിടെ എന്തോ പ്രധാന ജോലിയുണ്ടെന്ന്. അച്ഛനമ്മ കുറച്ചു ദിവസം അവിടെയാ. അതെയോ? അപ്പൊ അത്ര ദിവസം നീ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്? ഇല്ലമ്മേ, 2-3 ദിവസത്തിൽ അദ്ദേഹം വരും. ഇല്ല മോളെ, മരുമകൻ എന്തായാലും കുറച്ചു ദിവസം നിൽക്കുമെന്ന് തോന്നുന്നു. നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ മോനെ കുറച്ചു ദിവസം അയക്കട്ടെ. അവൾ എപ്പോ നോക്കിയാലും ഫോണ് തന്നെ നോക്കുന്നു. ഞാൻ പറയുന്നതേ കേൾക്കുന്നില്ല. അവിടെയാണെങ്കിൽ അവൾ നല്ലതും പഠിക്കും. നിന്നെയും അവൾ നന്നായി നോക്കും. ശരിയമ്മേ, നിങ്ങൾ ചേച്ചിയെ അയക്കൂ. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. മോനിക്ക പാറുവിന്റെ അടുത്ത് സന്തോഷത്തോടെയാണ് വന്നത്. എന്തെന്നാൽ അവൾക്കും ആ ലൈഫല്ലേ വേണ്ടത്. പക്ഷെ അവിടെ ചെന്ന് പാറുവിനെ നോക്കുന്നത് വിട്ട് അവൾ അവളുടെ ലോകത്ത് ജീവിക്കാൻ തുടങ്ങി. അനികേത്, ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ ഇന്ന് ക്ലിനിക്കിലേക്ക് പോകണ്ട. ഞാൻ മുംബൈയിലേക്ക് വന്നതല്ലേ. എന്നെ കൂട്ടിക്കൊണ്ട് പുറത്ത് ചുറ്റിക്കാണിക്കൂ. ഏട്ടത്തി, നമുക്ക് പോകാം. ഈ ആഴ്ച ഒന്ന് ക്ഷമിക്കൂ. പാറുവിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് വരാൻ പോകുക. എന്നിട്ട് 3 പേർക്കും പോകാം. എന്ത്? അവളോ? അവളെങ്ങനെ വരും? അവൾ വന്നാ നമ്മൾ ഓരോ നിമിഷവും അവളെ നോക്കണം. പിന്നെ നമ്മളെങ്ങനെ ചുറ്റിക്കാണും? അവൾ വീട്ടിൽ വിശ്രമിക്കട്ടെ, നമുക്ക് പോകാം. അനികേത് മോനിക്കയുടെ ഒരു മറുപടിയും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അനികേത് പോയതിനു ശേഷം പാറു പറഞ്ഞു, ചേച്ചി, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അതെന്തെന്നാൽ ഞാനില്ലാതെ അദ്ദേഹം എവിടേക്കും പുറത്തു പോകില്ല, അതാ. ഓഹോ, അപ്പൊ നീ അദ്ദേഹത്തെ സാരിത്തുമ്പിൽ കെട്ടിയിട്ടോ? ശരി, സാരമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടോളാം. മോനിക്ക പാറുവിനെ ഒരുപാട് കഷ്ടപ്പെടുത്തി. അവൾ അവളെ ഒരുപാട് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. എല്ലാത്തിനും വാശി പിടിച്ചുകൊണ്ടിരുന്നു. ചേച്ചി, ഈ ഡ്രസ് ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? എന്ത് പറ്റി? നിന്റെ അലമാരയിൽ കണ്ടതാ. ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എടുത്തിട്ടു. എന്താ അതിനധികാരം എനിക്കില്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പോ പറ, ഞാനത് മാറ്റിയേക്കാം. ഇല്ലല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇട്ടോളൂ. പക്ഷേ അദ്ദേഹത്തിന് മുൻപിൽ ഇത് ഇടാൻ ശ്രമിക്കണ്ട. അദ്ദേഹം തെറ്റിദ്ധരിക്കും. അപ്പം ഞാനിത് ഊരി വെച്ചേക്കാം. എനിക്കിത് കുറച്ച് ടൈറ്റുമാണ്. നീയൊരു കാര്യം ചെയ്. അനികേതനോട് പറഞ്ഞ് ഈ ഡ്രസ്സ് എന്റെ സൈസിലൊന്ന് വാങ്ങാൻ പറ. നിന്നേക്കാൾ ഒരു സൈസ് കൂടുതൽ മതി. മോനിക മെല്ലെ മെല്ലെ പാറുവിന്റെ വീട് സ്വന്തം വീടാണെന്ന് കരുതി. അവിടെയുള്ള ഓരോ സാധനവും അവളുടെ സ്വന്തമാണെന്ന് വിചാരിച്ചു. പക്ഷെ അവൾക്ക് വേണ്ടി എന്ത് ചെയ്തും പാറുവിനെ അവൾ നന്നായി നോക്കിയില്ല. അവളെ സന്തോഷവും പെടുത്തിയില്ല. പാറു, ഇവിടെ നോക്ക്, നിനക്ക് കൊണ്ടുവന്നത് എന്താണെന്ന്. വാവ്,
ഇത് ഡയമണ്ട് അല്ലേ? പക്ഷെ എന്തിനാ ഇത്? എന്റെ അടുത്ത് ആദ്യമേ ഒരുപാട് ജ്വല്ലറി ഉണ്ടല്ലോ. ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും നിനക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാ. നിനക്ക് അറിയില്ലേ, ഇത് വെറും ഡയമണ്ട് ആണ്. എന്നാൽ നീ കുറച്ചു നാളുകൾക്കുള്ളിൽ ഇതിനേക്കാൾ വലിയ ഗിഫ്റ്റ് തരാൻ പോകുക. ആ കുഞ്ഞിനു മുൻപിൽ ഇതൊക്കെ എന്ത്? പാറു അനിക്കേത് രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. അടുത്തിരുന്ന് ഇത് കണ്ട മോനിക്ക ഒരുപാട് അസൂയപ്പെട്ടുകൊണ്ടിരുന്നു. ആ നിമിഷം തന്നെ അവൾ തീരുമാനിച്ചിരുന്നു എന്ത് ചെയ്യണമെന്ന്. മോനിക്ക പാറുവിന്റെ ഒരുപാട് ആഭരണം മോഷ്ടിച്ചു. അത് കഴിഞ്ഞ് ആരും അറിയാതെ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. അപ്പോ പെട്ടെന്ന് വാതിലിൽ അവളുടെ കാലിടിച്ച് അവൾ വളരെ വേഗത്തിൽ അവിടെ വീണു. അവളുടെ ആ ബഹളം കേട്ട് പാറു അനിക്കേത് രണ്ടുപേരും എഴുന്നേറ്റു. ഉടനെ അവർ താഴെ വന്നു. അവൾ താഴെ വീണ വേദനയിൽ പിടഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അവൾക്ക് ഓർമ്മയില്ലായിരുന്നു അവൾ താഴെ വീണതും ആ ആഭരണവും താഴെ വീണു എന്ന്. ചേച്ചി, എന്തു പറ്റി? എഴുന്നേക്ക് വാ എന്റെ ഒപ്പം. പാറു അനിക്കേത് രണ്ടുപേരും താഴെ വീണ് മോനിക്കയോടൊപ്പം ആ ആഭരണവും കണ്ടു. അത് കണ്ടതും അവർക്ക് മനസ്സിലായി. എന്നാലും ആ സമയത്ത് അവർ രണ്ടുപേരും മോനിക്കയോടൊന്നും ചോദിച്ചില്ല. ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയി ചികിത്സ ചെയ്ത് പിന്നെ വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം, ചേച്ചി നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരാം. പാറു, ഒരു നിമിഷം, എനിക്ക് നിന്നോട് സംസാരിക്കണം. ആ ആഭരണങ്ങളെല്ലാം. ചേച്ചി മിണ്ടാതിരിക്കൂ, നമുക്കതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. ഇല്ല പാറു, എന്നെ പറയാൻ സമ്മതിക്ക്, അല്ലെങ്കിൽ വീണ്ടും പറയാൻ എനിക്ക് ധൈര്യം വരുമോ എന്തോ. എന്നോട് ക്ഷമിക്ക് പാറു. എപ്പോഴും നിന്നെ എന്നേക്കാൾ താഴെയാണെന്നാ കരുതിയത്. പക്ഷെ എനിക്ക് മുകളിൽ നിനക്ക് നന്നായി കല്യാണം കഴിയുമ്പോൾ എന്നെക്കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ മാത്രം എന്തു ചെയ്യും? എനിക്ക് ഗ്രാമത്തിലെ ജീവിതം ജീവിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് നിന്നെപ്പോലെ സിറ്റിയിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ജീവിതം വേണം. ഇല്ല ചേച്ചി, നിങ്ങളുടെ ചിന്ത തന്നെ തെറ്റാണ്. ഗ്രാമമോ അത് സിറ്റിയോ, നമ്മുടെ കുടുംബമാണ് നമുക്ക് വലുത്. നമ്മൾ എവിടെ ജീവിക്കുന്നു എന്നതിലല്ല കാര്യം, നമ്മൾ അവരോടൊപ്പം എങ്ങനെ ജീവിക്കുന്നു എന്ന കാര്യം. നമ്മുടെ സാഹചര്യം എപ്പോ വേണമെങ്കിലും മാറാം, പക്ഷേ നമ്മുടെ ചിന്ത മാത്രം എപ്പോഴും ഒരേപോലെ വേണം. മോനിക്കയ്ക്ക് പാറു പറഞ്ഞത് നന്നായി മനസ്സിലായി. അവളെന്ന ആദ്യമായി തന്നെ അവൾ അവളുടെ അനിയത്തിയെ ഒരു അനിയത്തിയായി തന്നെ കണ്ടു. അത് കഴിഞ്ഞെല്ലാം ശരിയായി. പാറു മനസ്സിലാക്കിയതിനു ശേഷം മോനിക്ക അവളുടെ ഭർത്താവിനൊപ്പം പോയി. തകർന്നുപോയ ബന്ധം വീണ്ടും അവൾ തന്നെ ഒട്ടിച്ചു. Thanks for watching.